യേശുവിനുള്ള ശരണപ്പെടലാണ് അനുഗ്രഹത്തിന്റെ അടിസ്ഥാനമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അമ്മയുടെ ഈ ആലയത്തിൽ അമ്മ മാതാവിന്റെ സംരക്ഷണയിൽ അവിടുത്തോട് ചോദിക്കുമ്പോൾ സംശയം പാടില്ല എന്നുള്ളത് എപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കണം. നാം ഏതൊരു വലിയ വിഷയത്തെയും, ഏതൊരു അസാധ്യമെന്ന് കരുതുന്ന കാര്യത്തെയും, എത്ര നാളായി പരിശ്രമിച്ച് പരാജയപ്പെട്ട നിയോഗത്തെയും ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ ചോദിക്കുമെങ്കിൽ അത് അനുവദിച്ച് ലഭിക്കപ്പെടുമെന്ന് തിരുവചനം നമുക്ക് ഉറപ്പ് തരികയാണ്. ഇനി യേശു അതിന് ഒരു മാനദണ്ഡം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾ അതുപോലെ മറ്റുള്ളവരോട് പെരുമാറുവാൻ എപ്പോഴും ശ്രദ്ധിക്കുമെന്ന്. അത് കലർപ്പില്ലാത്തൊരു ജീവിതം, നന്മ ചെയ്യുന്നൊരു ജീവിതം, ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷത്തിന് ചേരുന്നൊരു ജീവിതം നയിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ പ്രാർത്ഥിക്കുന്നതൊക്കെയും ജീവിതത്തോട് ചേർക്കപ്പെടും എന്ന വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കതുകൊണ്ട് ഈ ബലിയിൽ നമ്മളെ തന്നെ ഇന്ന് ചേർത്ത് വയ്ക്കുമ്പോൾ ഏതൊരു ആഗ്രഹത്തോടും നിയോഗത്തോടും പ്രാർത്ഥനയോടും ഈ ആലയത്തിൽ ഈ നിമിഷങ്ങളിലായിരിക്കുന്നുവോ അത് മുഴുവനും നമുക്ക് അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ കഴിവിനാലല്ല, നമ്മുടെ പണത്താൽ, നാം കഴിക്കുന്ന മരുന്നിന്റെ ബലത്താലുമല്ല, മറിച്ച് കർത്താവിന്റെ കൃപയാൽ, അവിടുത്തെ കാരുണ്യത്താൽ, അവിടുത്തെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അവ അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടി ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.